നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ. നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് നമ്മെ നയിക്കുന്നു. ഇങ്ങനെ ക്ലാസ് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു വ്യത്യാസം തോന്നുന്നില്ലേ? ഇന്നത്തെ നമ്മുടെ അധ്യായം പച്ചയായ പുൽത്തകടിയിലേക്ക് എന്നുള്ളതാണ്. പ്രകൃതിയും ദൈവവും മനുഷ്യനും, ഈ ഒരു ബന്ധമാണ് ഇന്നത്തെ നമ്മുടെ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സെറ്റപ്പിൽ ഞാൻ നിങ്ങളുമായിട്ട് സംവദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. ഓക്കെ, എന്താണ് ഈ പ്രകൃതിയും ദൈവവും അല്ലെങ്കിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പരിസ്ഥിതിയുമായി അല്ലെങ്കിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഭയുടെ കാഴ്ചപ്പാട് എന്നാണ് നമ്മൾ ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ പഴയ നിയമത്തിൽ എന്തു പറയുന്നു, എങ്ങനെ പറയുന്നു, അത് കഴിഞ്ഞ് പുതിയ നിയമത്തിൽ എന്തു പറയുന്നു, പിന്നെ ഇപ്പോൾ സഭ നമ്മളെ എന്ത് പഠിപ്പിക്കുന്നു, ഇങ്ങനെയാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യപ്പെടുക. ഓക്കെ, നമ്മൾ ഈ ബന്ധത്തെക്കുറിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ പരിസ്ഥിതി വളരെ വളരെ പല രീതിയിൽ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഇടുക്കി പ്രദേശങ്ങളിൽ സഭ പോലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഗാഡ്ഗിലിൻ്റെ വിഷയങ്ങൾ വന്നു, കസ്തൂരി രംഗൻ്റെ റിപ്പോർട്ടുകൾ വന്നു, എല്ലാം. ഓക്കെ, അപ്പോൾ ഇവിടെയെല്ലാം സഭ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. ചില സമയങ്ങളിൽ അത് വിമർശനങ്ങൾക്കും വിധേയമാകുന്നുണ്ട്. പക്ഷെ അവരെടുക്കുന്ന കാഴ്ചപ്പാട് എന്തിൻ്റെ പുറത്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറയുന്ന കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ഈ എടുക്കുന്ന നിലപാടുകൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. നമുക്ക് രാഷ്ട്രീയ മാനങ്ങളില്ല, നമുക്ക് വേറെ വാദങ്ങളൊന്നുമില്ല. നമുക്ക് നമ്മുടെ ബൈബിളിൻ്റേതായ കാഴ്ചപ്പാട്, സഭ നമുക്ക് തരുന്ന കാഴ്ചപ്പാട് മാത്രമാണ് പ്രകൃതിയെക്കുറിച്ച് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മുടെ പഴയ നിയമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏറ്റവും ആദ്യം നമുക്കറിയാം, മണ്ണും വിണ്ണും പ്രകൃതിയും ആകാശവും എല്ലാം സൃഷ്ടിച്ച് ജീവജാലങ്ങളെയും സൃഷ്ടിച്ചതിന് ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുന്നു, മണ്ണിൽ നിന്ന് എടുത്ത് സൃഷ്ടിക്കുന്നു എന്ന രീതിയിലാണ് നമുക്ക് ബൈബിളിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ നമുക്ക് ആദ്യ കാലഘട്ടത്തിൽ ഒരു ചിന്തയുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തെ സൃഷ്ടിച്ചതുകൊണ്ട് നമ്മൾ അതിൻ്റെ എല്ലാം ഒരു വലിയ അധികാരി എന്ന നിലയിൽ മനുഷ്യൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ സർവ്വചരാചരങ്ങളെയും അധികാരി എന്ന നിലയിൽ ഒരു ചിന്ത എപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ വരും. പക്ഷെ അവിടെയാണ് ഒന്ന് സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ, അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് എന്താ? അത് എനിക്ക് മെതിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ അത് എൻ്റെ അധികാരത്തിന് കീഴിലുള്ളതാണ്, എനിക്ക് എന്തും ചെയ്യാം. ശരിയല്ലേ? നമ്മൾ മൃഗങ്ങളെ കൊന്നൊടുക്കാൻ നമുക്ക് ഒരു മടിയുമില്ല, നമുക്കത് ചെയ്യാമെന്നുള്ള രീതിയിലാണ് അല്ലേ? ഒന്ന് ഭക്ഷിക്കാൻ നമുക്കൊരു വിഷമമില്ല, കുന്നെടുത്ത് നികത്താൻ നമുക്കൊരു മടിയുമില്ല. ഓക്കെ, പക്ഷേ സഭയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതെല്ലാം ദൈവസൃഷ്ടിയാണ്, ഈ കാണുന്നതെല്ലാം ദൈവസൃഷ്ടിയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അതിനെ നമ്മൾ നശിപ്പിക്കുമ്പോൾ, അതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ, ഓക്കെ, ഏത് രീതിയിൽ നമ്മൾ അതിനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നശിപ്പിക്കുമ്പോൾ അവിടെ നിൽക്കട്ടെ കേട്ടോ, അതിനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനെ ഏത് രീതിയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ പെറ്റായിട്ട് വളർത്തുന്ന ഒരു പട്ടിക്കുട്ടി അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചോളൂ. നിങ്ങളതിനെ എന്തുമാത്രം അതിനെ താലോലിച്ചു കൊണ്ട് അതിനെ കൊണ്ട് നടക്കും. അതിനൊന്ന് നോവുന്നത് പോലും
ഇത് ഞാൻ പറയുമ്പോൾ ഇന്നലെ ഒരു വലിയൊരു വാർത്ത നിങ്ങൾ ന്യൂസിലും ഫേസ്ബുക്കിലും ഒക്കെ നിങ്ങൾ കണ്ടു കാണും. ഒരു പട്ടിയെ കാറിൽ കെട്ടി വലിച്ചടയ്ക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി വയ്ക്കുക. എന്താണ് അവിടുത്തെ മനോഭാവം? ആ മനോഭാവം എന്താണ്? എനിക്ക് എന്തും ചെയ്യാൻ പട്ടിയെ, ഞാൻ വളർത്തുന്ന അല്ലെങ്കിൽ ഞാൻ വളർത്തി എനിക്ക് ആവശ്യമില്ല, ഞാനത് നശിപ്പിക്കുന്നു. പക്ഷെ അതും ഒരു ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള ഭാഗം വരുമ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നുമോ? ദൈവം സൃഷ്ടിച്ച ഒരു മൃഗമാണ് ആ പട്ടി. ആ പട്ടിയെ നമ്മൾ നോവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് ദൈവത്തിൻ്റേതും കൂടി ആണ് എന്ന് ചിന്ത വന്നാൽ വലിക്കാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലുമില്ല. അത് തന്നെയാണ് നമ്മുടെ കാര്യം. നമ്മൾ ചിലപ്പോഴൊക്കെ ഹിന്ദുക്കളെ നമ്മൾ കളിയാക്കും. അവർ മരത്തെ പൂജിക്കുന്നു, കല്ലിനെ പൂജിക്കുന്നു, അഗ്നിയെ പൂജിക്കുന്നു അപ്പോഴൊക്കെ. പക്ഷെ നമ്മുടെ ശരിക്ക് അതിൻ്റെ ഫിലോസഫി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള ഫിലോസഫി പറയുന്നത് അവർ കൃഷ്ണനെ ദൈവമായി കണ്ട് അങ്ങനെ ഓരോ ദൈവങ്ങളെയും കണ്ട് ഈ സർവ്വചരാചരങ്ങളിലും അവർ ദൈവത്തെ കാണുകയാണ്, എല്ലാത്തിലും. അതായത് മരത്തിന് പോലും ദൈവത്തിൻ്റെ പ്രതിനിധി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ശക്തിയാണ് അവർ ആ മരത്തിൽ കാണുന്നത്. ആ കാണുമ്പോൾ അവരത് ദൈവമായിട്ടാണ് ആരാധിക്കുന്നത്. നമ്മൾ കളിയാക്കും വിഗ്രഹാരാധന മറ്റേതാണ് മറിച്ചതാണെന്നുള്ളത്. പക്ഷെ അവരുടെ മനസ്സിൽ ശരിക്കുമുള്ള അവരുടെ ഫിലോസഫി അനുസരിച്ച് അതിനെ പോലും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തെയാണ് കാണുന്നത്. ഒരു കല്ലിൽ പോലും ദൈവത്തെ കാണാൻ പറ്റുന്നു. നമ്മൾ ആദ്യം സഹോദരങ്ങളെ ദൈവമായിട്ട് കാണാൻ പറയുന്നുണ്ട്. മനുഷ്യരായിട്ട് തന്നെ മറ്റു മനുഷ്യരിലെ ദൈവത്തെ കാണാൻ. എൻ്റെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഞാൻ യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നിങ്ങൾ അപ്പുറത്ത് ഒരാളെ നോക്കി പറയുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നിങ്ങൾ ദൈവത്തെ കാണുന്നതുകൊണ്ടാണ് നമുക്കത് പറയാൻ സാധിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുക നിങ്ങൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സിൽ. അതേപോലെയാണ് നമ്മൾ കാണുന്ന എല്ലാ പ്രപഞ്ച സൃഷ്ടിയിലും, നമ്മൾ കാണുന്ന ഓരോ ഇതിലും നിങ്ങൾ ദൈവത്തിൻ്റെ അംശം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ശക്തിയെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ഭംഗിയായിട്ടായിരിക്കും നിങ്ങൾ അതിനെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്താ പറയുക തീഷ്ണതയോടെ ആയിരിക്കും നിങ്ങൾ അതിനെ ഉപയോഗിക്കുക. നിങ്ങൾക്കിങ്ങനെ അനാവശ്യമായിട്ട് ചെയ്യാൻ തോന്നുമോ? ഇല്ലല്ലോ. അതിൻ്റെ അർത്ഥം പ്രകൃതിയെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതല്ല, ഉപയോഗിക്കുന്നതിനൊരു അന്തസ്സ് ഉണ്ടാകണം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മാനം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ആ പട്ടിയുടെ കേസ് തന്നെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ആ പട്ടിയിൽ നമ്മൾ ദൈവത്തെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, അത് ദൈവ സൃഷ്ടിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ മനസ്സിൽ ആ ഒരു ചിന്തയോടുകൂടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ വലിക്കാൻ തോന്നുമോ? ഇല്ലല്ലോ. ഈ ഒരു ചിന്ത തന്നെയാണ് നമുക്ക് പ്രകൃതിയുമായിട്ട് ഉണ്ടാകേണ്ടത്. പ്രകൃതിയെ നമുക്ക് അധികാരത്തോടു കൂടി ഉപയോഗിക്കാനുള്ള വസ്തു ഒന്നുമല്ല. ഓക്കെ, അത് ദൈവ സൃഷ്ടിയാണ്. നമ്മുടെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മുടെ ആവശ്യത്തിന് നമുക്ക് അത് ഉപയോഗിക്കാൻ ഒരു കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു ഗാന്ധിജിയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യനെ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ആസ്വദിക്കാനുള്ള എല്ലാം പ്രകൃതി തന്നിട്ടുണ്ട്. പക്ഷേ അവൻ്റെ അഹങ്കാരത്തിന് ഉപയോഗിക്കാനുള്ളത് അല്ലെങ്കിൽ അത്യാഗ്രഹത്തിന് ഉപയോഗിക്കാനുള്ളത് മാത്രം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലവർ അത് അത്യാഗ്രഹത്തിന് ഉപയോഗിക്കുമ്പോഴാണ് ബാക്കിയുള്ളവരുടെ ആവശ്യത്തിന് അത് കിട്ടാതെ പോകുന്നത് എന്നുള്ളൊരു ചിന്തയാണ്. ഇത് ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് വന്നതാണ്. എനിക്ക് തോന്നുന്നു ഗാന്ധിജി തന്നെയാണ് അത് പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചിന്തയാണ് പഴയ നിയമം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു ചിന്ത തന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് നമുക്ക് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ യേശു എങ്ങനെയാണ് പ്രകൃതിയെ കാണുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. നന്ദി.